അതെ, ഇന്ന് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ട് ഒരു വലിയ കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഉരുളൻകിഴങ്ങ്, പിന്നെ സവാള, പച്ചമുളക് 2-3 എടുത്തിട്ടുണ്ട്, തക്കാളി 2 എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. വെള്ളം എടുത്തതിന് ശേഷം ഞാൻ വെളുത്തുള്ളിക്ക് പകരം ഇവിടെ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കുക്കർ കഴുകിയെടുത്ത് അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കിഴങ്ങ്, പച്ചമുളക്, ഒരു നുള്ളു ഉപ്പ് ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്ത് കുക്കറിൽ ഒരു 2-3 വിസിലടിക്കുന്നത് വരെ ഒന്ന് പാകം ചെയ്തെടുക്കുക. അതടച്ച് വെച്ച് വേഗം വെച്ചതിന് ശേഷം നമ്മൾ വേറെ അടുപ്പ് കത്തിച്ച് അതിലേക്ക് ചട്ടി വെച്ച് ചൂടാക്കി നമ്മൾ എണ്ണ ചൂടാകാനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് തക്കാളി ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു വഴണ്ട് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക് പേസ്റ്റാണ്, അപ്പം വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇവയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി ഒരു പേസ്റ്റ് രൂപം ആവുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റി എടുത്തതിന് ശേഷം നമ്മളേക്ക് ഇതിലേക്ക് ഒരുപാടൊന്നും പൊടികൾ ചേർക്കുന്നില്ല. നമ്മൾ ഇതിലേക്ക് ആകെ മല്ലിപ്പൊടി മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കും. ആ സമയം കൊണ്ട് നമ്മൾ ഒരു മുറി തേങ്ങ ചിരകി അതിൽ ഇച്ചിരി ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും അരച്ചത് കൊണ്ടാണ് ഇതിൽ വേറെ പൊടികൾ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞത്, മനസ്സിലായി? അപ്പം നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ അതുപോലെ തന്നെ സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ പീസും കിഴങ്ങും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മളിതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മല്ലിപ്പൊടിയുടെ ആ പച്ചമണം എല്ലാം മാറി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും പച്ചമുളകും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു നല്ലപോലെ തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാം കൂടി ഇട്ട് അരപ്പ് അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതും കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കറി. നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞ് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു തിളയ്ക്കുന്നിടം വരെ, ഒരുപാട് തിളയ്ക്കാൻ നിർത്തരുത്. ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്കിനും നമ്മൾ തീ ഓഫ് ചെയ്യുക. നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ ഞാൻ വീണ്ടും അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു ഗൈസ്.